ഹലോ, ഒരു കപ്പ് റവ കൊണ്ട് നല്ല പഞ്ഞി പോലത്തെ പലഹാരം നോക്കാം എങ്ങനെയാണെന്ന്. ഒരു കപ്പ് റവ നന്നായി വറുത്ത് പൊടിച്ച് ഒരു ജാറിൽ പൊടിച്ചെടുത്തിട്ടുണ്ട്. റവ, പിന്നെ പകുതി സവോള ചെറുതായിട്ട് അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. പിന്നെ പകുതി ക്യാരറ്റ് പൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ട്. പച്ചമുളക്, കറിവേപ്പില, മല്ലിയില, ഉപ്പ്, ഒരു സ്പൂണ് തൈര്, അരിപ്പൊടി ഒരു സ്പൂണ്, വെള്ളമൊഴിച്ച് ഉപ്പിട്ട് നന്നായി കലക്കി എടുക്കാം. ഈ മാവ് മിക്സാക്കിയത് നമുക്ക് അടച്ചു വയ്ക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. റെസ്റ്റ് ചെയ്യട്ടെ. അപ്പോഴേക്കും നമുക്ക് ചട്നീൻ്റെ പരിപാടി നോക്കാം. 6 വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട്. മല്ലിച്ചപ്പ് ഒരു പിടി, ഒരു പച്ചമുളക്, 2 സ്പൂണ് നാളികേരം, 1 സ്പൂണ് തൈര്, ഉപ്പ്, വെള്ളം ചേർത്ത് നന്നായി പേസ്റ്റാക്കി അരച്ചെടുക്കാം. നമ്മുടെ ചട്നി റെഡിയായി കഴിഞ്ഞു. മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മാവ് കട്ടി കൂടുതലാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിക്കാം, ഉപ്പിടാം. എന്താണെന്ന് വെച്ചെങ്കിൽ ഈ സമയത്ത് അഡ്ജസ്റ്റ് ചെയ്യാം. ഒരു ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടിയിൽ കുറച്ച് ചെറുതായിട്ട് എണ്ണ തേച്ചിട്ടുള്ളൂ കേട്ടോ, ഒന്ന് തൊട്ട് തേച്ചിട്ടുള്ളൂ. ഇനി അത് തിരിച്ചും മറിച്ചും ഇട്ട് നന്നായി രണ്ട് സൈഡും തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നമുക്ക് നന്നായി മൊരിയിച്ചെടുക്കാം. എണ്ണ കുറവാണെങ്കിലും ഈ ഉണ്ണിയപ്പച്ചട്ടിയിലൊന്നും പിടിച്ചിട്ടൊന്നുമില്ല, കണ്ടില്ലേ? ഓക്കെ, ഇപ്പോൾ ഒരുവിധം എല്ലാതും കഴിഞ്ഞു. നമുക്കിനി ഇത് പ്ലേറ്റിലോട്ട് മാറ്റാം. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ സ്നാക്സാണ്. നിങ്ങൾ കണ്ടില്ലേ? ആകെ 10 മിനിറ്റ് വേണ്ടു. നല്ല ഹെൽത്തിയാണ്. വളരെ കുറച്ച് ഓയിലാണ്. ആകെ നല്ല സോഫ്റ്റാണ്. വെറുങ്ങനും കഴിക്കാം, ചമ്മന്തി കൂടെ നല്ല ടേസ്റ്റായിട്ട് പോകും കേട്ടോ ഇത്. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്. നമ്മുടെ ചാനലൊക്കെ ഒന്ന് കണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.